പറയുന്നത് ജനങ്ങൾക്ക് നന്മ എന്താണെന്നും തിന്മ എന്താണെന്നും പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഭൂമുഖത്തേക്ക് അയക്കണേ. അല്ലാതെ സായിബാബയെ പോലെ ആകാശത്ത് നിന്ന് ഭസ്മം എടുത്തിട്ട് ആളെ പറ്റിക്കാനല്ല, ആളെ ചതിക്കാനല്ല, തങ്കന്മാരെ പോലെ സിദ്ധന്മാരെ പോലെ പറ്റിച്ച് ചതിച്ച് കുറെ പണം ഉണ്ടാക്കി. അറിയാലോ, ഞാൻ ഈ വിവാദങ്ങളോടൊന്നും തൽക്കാലം പ്രതികരിക്കുന്നില്ല, കുറഞ്ഞ കാര്യങ്ങൾ പറയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിലെ ഒരു നല്ല തങ്ങള്, ഒരു നല്ല സിദ്ധൻ, അതായത് ഇപ്പൊ മുക്കത്ത് CM മക്കാം, അതുപോലെ ഇപ്പൊ നമ്മുടെ തങ്ങന്മാരെ എടുത്തു പോവുക, സിദ്ധന്മാരെ എടുത്തു പോകാന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിന്റെ എല്ലാ മർമ്മവും വായിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ തങ്ങളായി, അല്ലേ? മന്ത്രവും കൂടോത്തരവും അതുപോലെയുള്ള പണികളുമായിരുന്നു റസൂലിന്റെ ഡ്യൂട്ടി എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. എന്നാ റസൂല് മരിക്കുമ്പോ കോടീശ്വരനായിട്ടാണോ മരിക്കുക, അല്ല പരമദരിദ്രനായിട്ടാണോ മരിക്കുക? ഇന്ന് ഈ പണിയെടുക്കുന്ന ആരെങ്കിലും ദരിദ്രനായിട്ട് മരിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് മാത്രം ചിന്തിക്കും. ഇന്ന് ആ പണിയെടുക്കുന്ന ആരെങ്കിലും കാറിലല്ലാതെ നടന്നു പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഏറ്റവും വിലപിടിപ്പുള്ള കാറിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. 1,20,00,000 കാറിൽ സഞ്ചരിക്കുന്ന നമ്മൾ ഏറെക്കുറെ വേൾഡ് ലെവലിൽ പരിശോധിച്ചാൽ അപൂർവങ്ങളിൽ ഒരാളായിരിക്കും നമ്മുടെ നാട്ടിലെ ശൈഖ്. ബുള്ളറ്റ് പ്രൂഫ് സംവിധാനമാണ്. വെടിവെച്ചാൽ പോലും കൊള്ളില്ല, AK-47 വെച്ചാൽ പോലും കൊള്ളില്ല, കാർ മറിഞ്ഞാൽ പോലും അയാൾക്കൊന്നും പറ്റില്ല. അതിന്റെ അകത്തൊരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ അതൊരു ലാഞ്ചന പോലും അനുഭവിക്കില്ല. അങ്ങനത്തെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു സിദ്ധൻ ഓരോ ദിവസം ചെല്ലും തോറും ദരിദ്രനാവുകയാണോ ചെയ്യുക? എന്നാ പ്രവാചകൻ എന്ന സിദ്ധൻ ഓരോ ദിവസം ചെല്ലും തോറും ദരിദ്രനായിരുന്നു. അതെന്താ അങ്ങനെ? ഈ ലോകത്തോട് റസൂല് വിട പറയുമ്പോൾ യഹൂദന്റെ വീട്ടിൽ പണയങ്കി പടയപ്പെടുത്തിയിട്ടാ മരിച്ച് നമ്മുടെ റസൂല്. നേരെ മറിച്ച് ആ നാട്ടിലെ ലക്ഷങ്ങൾക്ക് മന്ത്രി ചോദിച്ച് അരട് കൊടുക്കുന്ന ഒരു സിദ്ധനായിരുന്നു നമ്മുടെ റസൂല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ കോടികൾ ആസ്തി ഉണ്ടായി. നിങ്ങൾക്കറിയാം, എന്റെ പൊന്നാര യുവാക്കളെ, SSF ആയാലും SKSSF ആയാലും എന്തോ ആയിക്കോളൂ, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക. 7 ദീനാറായിരുന്നു അവസാനം പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്നു. എത്ര? 7 ദീനാർ. അതുപോലും ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ കയ്യിൽ കൊടുത്ത് ധർമ്മം ചെയ്യാൻ ആവശ്യപ്പെട്ട് കൈകളിൽ ഒന്നുമില്ലാത്തവനായി ജൂതന്റെ വീട്ടിൽ പടയങ്കി മാവിന് പണയപ്പെടുത്തിയ പരമദരിദ്രനായ ലോകാചാര്യൻ, വിശ്വാചാര്യൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ. നോക്ക്, ഇന്ന് നമ്മുടെ ചില തങ്ങന്മാരും ഖലീൽ തങ്ങന്മാരും ഇത്തരത്തിലുള്ള ഹോജാക്കളും ഒക്കെ മരിച്ചാലേ അവരെ സ്വത്തിനു വേണ്ടി ഒരുപക്ഷെ ഇവിടെ കത്തിക്കുത്തുണ്ടാവും. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾ കോടികൾ സമ്പാദിക്കുന്ന സിദ്ധന്മാരായത് എന്തുകൊണ്ട്? ആ തന്ത്രം സ്വീകരിച്ച് ഏത് നബിയായിരുന്നു ലോകത്തുണ്ടായിരുന്നത്? മനുഷ്യാരംഭം മുതൽ ഇന്ന് വരെയുള്ള മാനവ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകനെ തേടി മന്ത്രി ചൂതി കൊടുക്കാനും കെട്ടിക്കൊടുക്കാനും നിങ്ങൾ ഇന്ന് കാണുന്ന രൂപത്തിലെ ചൂഷണം നടന്ന ഒരു പ്രവാചകൻ? എന്നിട്ട് ആ പ്രവാചകന്റെ മുറ്റത്ത് ഷെഡ് കെട്ടി, അത് ഓല ഷെഡായി, പിന്നെ അത് കുറെ കൂടെ വലിയ വിപുലീകരിച്ച ഷെഡായി, പിന്നെ അത് മാർബിളായി, പിന്നെ അത് ഗ്രാനൈറ്റായി, അങ്ങനെ ഡെവലപ്പ് ചെയ്ത് സൈക്കിളിൽ നിന്ന് മാറി 2 വീലറിലേക്ക് മാറി, നേരത്തെ സൂചിപ്പിച്ച സ്റ്റീമിലേക്ക് മാറി, പിന്നെ BMW മാറി, അങ്ങനെ ഇന്നോവയിൽ, അങ്ങനെ പലതിലേക്കും ഓരോ മുന്തിയതിലേക്ക് മാറുന്ന ഒരു തരം ഭൗതിക പ്രമത്തതയുടെ, ആർഭാടങ്ങളുടെ, ആഹ്ലാദങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് എങ്ങനെ മനുഷ്യരെത്തി എന്നതിനെ സംബന്ധിച്ച് ഇനി സ്വർഗ്ഗം ആർക്കുള്ളതെന്നാണ് അവർ പടച്ചോൻ പറയുന്നത്. അത് അത്ഭുതമാണ്. സ്വർഗ്ഗം ആർക്കുള്ളതാ? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. സത്യത്തിൽ ആ ആയത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. സൂറത്തുൽ ഖസസ്
എത്രാമത്തെ അധ്യായ? 28-ാമത്തെ അധ്യായമാണ് സൂറത്ത് ഖസസ്. 83-ാമത്തെ വചനമാണ് സൂറത്ത് ഖസസ്. 28-ാം അധ്യായം 83-ാമത്തെ വചനം. ഖാറൂൻ കേട്ടിട്ടില്ലേ നിങ്ങൾ? ധനാഢ്യനായ ഖാറൂൻ, ധിക്കാരം അല്ലേ, കോടീശ്വരനായിരുന്നു. അഹങ്കാരങ്ങളുടെ പർദീസയിലായിരുന്നു അയാൾ ജീവിച്ചത്. താക്കോൽ കൂട്ടങ്ങൾ ചുമക്കാൻ ഒട്ടകങ്ങൾ വേണ്ടി വന്നിരുന്ന ഖാറൂൻ അല്ലേ, ആ ഖാറൂനെ ഒളിച്ചിട്ട് അല്ലാഹു പറയാട്ടോ, ഖാറൂനെ നിന്നെപ്പോലെ കോടീശ്വരനായി ധനാഢ്യനായി അതെ വീശും അല്ലേ, ആളുകൾ ചുറ്റിലും നിന്ന് വീശിക്കൊടുത്ത് വെഞ്ചാമരങ്ങൾ ചുയറ്റി അല്ലേ, ആഹ്ലാദ ചിത്തരായി കാല് തടവിക്കൊടുത്ത് തക്ബീർ ചൊല്ലി എസി കാറുകളിൽ കൊണ്ടുവന്നിറക്കി ഒരുതരം ഉരുവിനെ പോലെ കൊണ്ടുവന്നിറക്കുന്ന അത്ഭുതമല്ല ഖാറൂൻ പരലോകം. അങ്ങനെയുള്ളവർക്കുള്ളതല്ല ഖാറൂൻ പരലോകം. പിന്നെ ആർക്കുള്ളതാ സ്വർഗം? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കാത്ത സമാധാന ചിത്തരായ ശാന്തന്മാരായ മനുഷ്യർക്കുള്ളതാണ് സ്വർഗം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കാണ് സുഖകരമായ പര്യവസാനം എന്ന് അല്ലാഹു. അപ്പോ സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ ആർഭാടങ്ങളിൽ നിന്ന് ആർഭാടങ്ങളിലേക്കുള്ള യാത്രയാണ് ഇന്ന് പ്രവാചകൻ നോക്ക് 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഏകാത്മീയ സാമ്രാജ്യത്തിന്റെയും അധിപനായി ജീവിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോ 7 ദീനാറ് ദാനം ചെയ്ത് ഐഷാ ബീവിയുടെ മടിത്തട്ടിൽ തലകനം തൂങ്ങി മരിച്ചുപോയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമാ, അവരുടെ ജീവിതമല്ല ഇന്ന് നമ്മുടെ ജീവിതം. നമ്മൾ ആലോചിക്കേണ്ടതാണ് സഹോദരങ്ങളെ. പ്രവാചകന്മാർ നോക്കൂ, പ്രവാചകന്മാർ ലോകത്ത് വന്ന് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ആദർശമുണ്ട്. ആ ആദർശമനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. നിങ്ങൾക്കറിയുമോ പ്രവാചകന്മാരെ പറ്റി? അള്ളാഹു പറയുകയാണ്, വജഅൽനാഹും അയിമ്മതൻ യഹ്ദൂന ബിഅംരിനാ വൗഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്തി വഇഖാമസ് സലാത്തി വഇതാഇസ് സകാത്തി വകാനൂ ലനാ ആബിദീൻ. ഖുർആനിലെ 21-ാം അധ്യായം സൂറത്ത് അംബിയ 73-ാമത്തെ വചനമാണ്. ആ വചനത്തിൽ അല്ലാഹു പറയുന്നത് എന്തറിയോ? അവരെ നാം, അതായത് പ്രവാചകന്മാരെ നാം നമ്മുടെ കൽപ്പന പ്രകാരം മാർഗദർശനം നൽകുന്ന നേതാക്കളാക്കുകയും ചെയ്തു. ഈ ഒരു വചനം മാത്രം ഒന്ന് ആലോചിച്ചേ മുസ്ലിങ്ങളെ. ഞാനൊരു പ്രസ്ഥാനം പറയില്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രവാചകന്മാരെ നമ്മുടെ കൽപ്പന പ്രകാരം തോന്നിയതുപോലെയല്ല, അള്ളാഹു കൽപ്പിക്കുന്നത് പോലെ, പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നത് പോലെ, എന്നിട്ട് അവർ മാർഗദർശനം നൽകുന്ന നേതാക്കളാണ്. അവരാണ് നമുക്ക് മാതൃക, ഹോജാക്കളല്ല. കായൽ പട്ടണത്തുകാരൻ സദഖത്തുല്ലാഹിൽ കാഹിരി നമ്മുടെ മാതൃകയല്ല. അല്ല, നമ്മുടെ മാതൃക അവരല്ല. നമ്മുടെ മാതൃക പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ സഹാബാക്കളാണ്. ഇത് വിശുദ്ധ ഖുർആൻ വളരെ കണിശമായി. ഇതിന് നോക്ക്, വജഅൽനാഹും അയിമ്മതൻ യഹ്ദൂന ബിഅംരിനാ വൗഹൈനാ ഇലൈഹിം ഫീലൽ ഖൈറാത്ത്. അമ്പിയാക്കൾക്ക് ഏതൊക്കെ നന്മ എന്ന് അല്ലാഹു വഹി നൽകിയ, ഈ സലാത്ത് നല്ലത്, ആ ദിക്ർ നല്ലത്, ഈ ആചാരം നല്ലത്, ഈ നബിദിനം നല്ലത് എന്ന് നമ്മൾ പറയല്ല, അല്ലാഹു വഹി നൽകുകയാണ് പ്രവാചകന്മാർക്കൊക്കെ, അമ്പിയാക്കൾക്കൊക്കെ. അല്ലാഹു പറയാ, പടച്ചതമ്പുരാൻ പറയാ എന്തൊക്കെയാണ് ഖൈറാത്തുകൾ, എന്തൊക്കെയാണ് നന്മകൾ എന്ന് അല്ലാഹു വഹി നൽകിയിട്ടാ പഠിപ്പിക്കണേ. ഇന്നത് നന്മ, ഇന്നത് തിന്മ, ഇന്നത് പുണ്യം, ഇന്നത് സത്കർമ്മം, ഇന്നത് സത്കർമ്മമല്ല എന്നിങ്ങനെ അല്ലാഹു വഹി നൽകി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രവാചകന്മാർ റോൾ മോഡലുകളാണ്. അവരെ പിന്തുടരാണ് നമ്മുടെ